എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ വിയറ്റ്നാമിലെ ഹാനോയിലെ വീക്കെൻഡ് നൈറ്റ് മാർക്കറ്റാണ് കേട്ടോ. ഓൾഡ് ക്വാർട്ടറിലാണ് ഈ നൈറ്റ് മാർക്കറ്റ് ഉള്ളത്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ രാത്രിയാണ് ഇത് ഉണ്ടാവുക. നല്ല ഭംഗിയാണ് നടന്നിങ്ങനെ കാണാൻ തന്നെ. കുറേ ബാഗുകളും പേഴ്സുകളും പിന്നെ കുട്ടികളുടെ കുറേ ടോയ്സ്, പിന്നെ കുറേ ആൻറ്റിക്സും കുറേ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ, ഷെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയ ട്രേകൾ നിറയെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ വിയറ്റ്നാമിൽ ഫുള്ളുണ്ട്. ഇവിടെ കുറേ ഓയിസ്റ്റർ ഷെല്ലുകളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കിയ കുറേ സാധനങ്ങളും പിന്നെ കുറേ വുഡിൻ്റെ മരത്തിൻ്റെ കുറേ കയ്യിലുകളും അങ്ങനെ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ക്രോക്കറീസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പിന്നെ ടോയ്സിൻ്റെ ഒരു ലോകം തന്നെയായിരുന്നു. ഈ കുട്ടികളൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബോയ്സ്, പ്രത്യേകിച്ചും ബോയ്സ്, ഈ നാലൂട്ടോ ഇമ്പോലൂട്ടോ ഇവരുടെ ഈ പവർ റേഞ്ചസും ഇങ്ങനത്തെയൊക്കെ ഒരുപാട് ടോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ കണ്ടാൽ നല്ലോണം വാങ്ങിപ്പോവും. ഭയങ്കര റേറ്റൊന്നുമില്ല. ഇവരുടെ ഒരു 100 വിയറ്റ്നാം ഡോങ്, 80 വിയറ്റ്നാം ഡോങ്ങൊക്കെയാണ്. ഒരു 250, 300, 350 രൂപയൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഡ്രസ്സുകളും, നല്ല ഭംഗിയുള്ള കുറേ ഡ്രസ്സുകളുണ്ട്. കുറേ നല്ല ഭംഗിയുള്ള ചെരുപ്പുകളും ഷൂകളും ഒക്കെ. ഒരു ഭയങ്കര റേറ്റൊന്നുമില്ല കേട്ടോ. നല്ല നൈക്കിൻ്റെയും അഡിദാസിൻ്റെയും ഒക്കെ കാണുന്നുണ്ട്. ഒന്നും ഒറിജിനലൊന്നും ആയിക്കോണമെന്നില്ല. ഇപ്പോൾ ഡ്യൂപ്പുകൾ തായ്ലൻഡിലും വിയറ്റ്നാമിലൊക്കെ നല്ലോണം ഇറങ്ങും. കണ്ടാൽ ആർക്കും തിരിച്ചറിയാൻ പോലുമില്ല. പക്ഷേ നല്ല കംഫർട്ടബിളും ഡ്യൂറബിളും ആയിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ലോക്കൽ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഒട്ടും നിൽക്കില്ലല്ലോ, പെട്ടെന്ന് പൊട്ടിപ്പോവും, ചീത്തയായി പോകും. പക്ഷേ ഇവരുടെ ഇവിടെ നിന്നൊക്കെ വാങ്ങുന്നത് നല്ല ഡ്യൂറബിളായിട്ടും കുറേ കാലം ലാസ്റ്റ് ചെയ്യും, നല്ല കംഫർട്ടബിളും ആയിരിക്കും. കുറച്ച് നല്ല ക്വാളിറ്റിയിലാണ് അവർ ഡ്യൂപ്പാണെങ്കിൽ പോലും ഉണ്ടാക്കാൻ തോന്നുന്നു. പിന്നെ ഡ്രസ്സുകളും അതെ, നല്ല ഭംഗിയുള്ള കുറേ ഡ്രസ്സുകൾ, കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ ക്രോക്സിൻ്റെയൊക്കെ പോലത്തെ നല്ല ചെരുപ്പുകൾ, അതും ഒരുപാട് കാണുന്നുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ഒരുപാട് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു ആ വീക്കെൻഡ് നൈറ്റ് മാർക്കറ്റിൽ. അത് അന്ന് ആ റോഡിൽ ഫുള്ള് വണ്ടികളൊന്നും ഓടില്ല. ഫുള്ള് രാത്രി ആയി കഴിഞ്ഞാൽ വെള്ളി, ശനി, ഞായർ റോഡ് ക്ലോസ് ചെയ്തിട്ട് ഫുള്ള് റോഡിലും ഈ ഷോപ്പുകളായിരിക്കും. ഇങ്ങനത്തെ കുറേ നൈറ്റ് പാൻറ്റുകളും നൈറ്റിലിടാൻ പറ്റിയ ട്രൗസേഴ്സ്, ഗേൾസിൻ്റെ ഡ്രസ്സുകൾ, നൈറ്റ് വെയറുകൾ, പിന്നെ കുറേ ടോപ്സൊക്കെ തന്നെ ഉണ്ട്. പുറത്തേക്കിടാൻ പറ്റിയ ടോപ്സും സ്കേർട്സും ഒക്കെ തന്നെ നല്ല ഭംഗിയുള്ളത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഷോപ്പിംഗ് കുറേ നടത്താൻ പറ്റും എല്ലാവർക്കും. ഒരു ട്രിപ്പ് പോകുമ്പോൾ, വിയറ്റ്നാം ട്രിപ്പ് പോകുമ്പോൾ എന്തായാലും ഷോപ്പിങ്ങിനുള്ളത് കുറച്ച് ലഗേജ് സ്പേസൊക്കെ എല്ലാവരും ഇട്ടിട്ട് തന്നെ പോകേണ്ടി വരും. എന്തായാലും എല്ലാവരും കാണുമ്പോൾ വാങ്ങും. പിന്നെ നമ്മൾ കുറച്ച് സാധാരണ സ്ട്രീറ്റ് നൈറ്റ് മാർക്കറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് അതിൻ്റെ ഒരു സൈഡിൽ കുറേ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഷോപ്പുണ്ട്. അങ്ങനെ പിന്നെ കുറേ ഫ്രൂട്ട്സൊക്കെ കാണാൻ വേണ്ടി പോയി. കുറേ വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ്. ഈ ഫ്രൂട്ടൊന്നും നമ്മുടെ നാട്ടിൽ കണ്ടിട്ടേ ഇല്ല. ഒരു പ്രത്യേകതരം ഫ്രൂട്ടായിരുന്നു. ഒരു ബനാനയുടെ വേറൊരു കോലത്തിലുള്ളൊരു ഫ്രൂട്ട്. അങ്ങനെ കുറേ വെറൈറ്റി ഫ്രൂട്ട്സൊക്കെ കണ്ടു. എന്നിട്ട് പിന്നെ കുറച്ച് പുറത്ത് കൂടിയും തന്നെ കുറേ ടൈപ്പ് ഡ്രസ്സുകളുടെ ഷോപ്പുകളുണ്ട്. കുറേ പെയിൻറ്റിങ്സിൻ്റെ ഷോപ്പുകളുണ്ട്. പെയിൻറ്റിങ്സൊക്കെ അവിടെ ഭയങ്കരമായിട്ടുണ്ട്. ഷെല്ലുകൾ കൊണ്ടുണ്ടാക്കിയ പെയിൻറ്റിങ്സും എഗ് ഷെല്ല് കൊണ്ടുണ്ടാക്കിയതും ഈ ഓയിസ്റ്റർ ഷെല്ല് കൊണ്ടുണ്ടാക്കിയതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അങ്ങനെ അത്യാവശ്യം വെയിറ്റും ഉണ്ട്. പെയിൻറ്റിങ്സിനൊക്കെ അത്യാവശ്യം റേറ്റും ഉണ്ട്. ഈ ഷെൽസ് കൊണ്ടുള്ള വർക്കിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റാണ്. പിന്നെ ഒറിജിനൽ സിൽക്കിൻ്റെ ഡ്രസ്സ്, പിന്നെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ്, ഒരു ലോങ് ആയിട്ട് താഴെ വരെ എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത് നമ്മുടെ നാട്ടിലെ ചുരിദാറൊക്കെ പോലെ, പക്ഷേ കുറച്ചും കൂടി ഫുൾ ലെങ്ത്തും സൈഡ് സ്ലിറ്റൊക്കെ ഉള്ള കുറേ ഡ്രസ്സുകളുണ്ട്. പിന്നെ കുറേ ഈ ക്യൂരിയോസ് ആയിട്ടുള്ള സാധനങ്ങൾ അതൊരുപാടുണ്ട്. ഈ നമ്മൾ കീ ചെയിനുകൾ, ഇവരുടെ ഈ ഹാറ്റിൻ്റെ ഷേപ്പിലുള്ള കീ ചെയിനുകൾ, പിന്നെ പേഴ്സുകളും ബാഗുകളും, അത് ഒരുപാട് ഭംഗിയുള്ളത്, വലിയ റേറ്റൊന്നും ഇല്ലാതെ നല്ല ഭംഗിയുള്ള കുറേ ടൈപ്പ് ഉണ്ട്. ഇത് പിന്നെ ടീഷർട്ട്സിലൊക്കെ എന്ത് ഡിസൈൻ വേണമെങ്കിലും അവർ പെയിൻറ്റ് ചെയ്ത് തരും. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്താൽ തന്നെ ഇങ്ങനെ കുറേ ഡിസൈൻസ് കാണിച്ചു തരും. നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈന് നമ്മുടെ സൈസുള്ള ഷർട്ട് എടുത്തിട്ട് അതിലിങ്ങനെ പെയിൻറ്റ് ചെയ്ത് തരിക. അങ്ങനെ ഒരു ഷോപ്പുണ്ട്. അവിടെ നിന്ന് 2-3 വാങ്ങി. പിന്നെ ഇങ്ങനെ ഓൾഡ് ക്വാർട്ടർ കൂടി ഇങ്ങനെ നടന്ന കുറേ ഷോപ്പുകളാണ് ഡ്രസ്സിൻ്റെയൊക്കെ. ഈ നൈറ്റ് മാർക്കറ്റ് അല്ലാണ്ട് തന്നെ നിരന്ന ഡ്രസ്സിൻ്റെ ഷോപ്പുകളും ക്യൂരിയോസിൻ്റെ ഷോപ്പുകളും ചെരുപ്പുകളും ബാഗുകളും പെയിൻറ്റിങ്സും അത് തന്നെ നിറഞ്ഞിരിക്കുകയാണ് ഏരിയ ഫുള്ള്. പിന്നെ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ കുറേ ഉണ്ട്. കുറേ ചുരിദാറുകളൊക്കെ നല്ല ഭംഗിയുള്ളത്, പിന്നെ പ്യുവറായിട്ടുള്ള സിൽക്ക് കൊക്കൂണൊക്കെ വെച്ചിട്ടുള്ള പ്യുവർ സിൽക്കിൻ്റെ കുറേ ഷോപ്പുകൾ, നല്ല പിടിച്ചു നോക്കുമ്പോൾ തന്നെ നല്ല ഒറിജിനൽ സിൽക്കിൻ്റെ ഫീലൊക്കെ ഉള്ള കുറേ ഡ്രസ്സുകളുണ്ട്. മെയിൻലി ചുരിദാറുകളാണ്. സാരി പോലത്തെ ഒന്നും കിട്ടില്ല. ചുരിദാറുകൾ, സ്കേർട്ടുകൾ, അങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് ഇവർ കൂടുതലായി യൂസ് ചെയ്യുന്നത്. സിൽക്കിൻ്റെ തന്നെ കുറേ പാൻറ്റ്സ്, ഗൗണ്, ഫുള്ളായിട്ടുള്ള ഫുൾ ലെങ്ത്ത് ഡ്രസ്സ്, അങ്ങനത്തെ കുറേ ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ലുക്കും ഉണ്ട്. നമ്മളവിടെ ഇടുന്ന പോലെ തന്നെ ഫുള്ളായിട്ടുള്ള ഗൗണും ഫുൾ ലെങ്ത്ത് ഡ്രസ്സുകളൊക്കെ കേട്ടോ. ഒക്കെ കുറേ ഭംഗിയുണ്ട്. വെറുതെ ഇങ്ങനെ നടക്കാൻ തന്നെ നല്ല രസമാണ്. പിന്നെ കുറേ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സുകളും ഒക്കെ ഉണ്ട്. കുട്ടികളുടെ ഡ്രസ്സൊക്കെ നല്ല ഭംഗിയുണ്ട്. കുറേ ഷൂസിൻ്റെ കുറേ നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഷൂസുകളൊന്നും അത്ര വലിയ കോസ്റ്റ്ലി അല്ല. ഒരു 500-600 വിയറ്റ്നാമീസ് ഡോങ് ഒക്കെയാണ്. നമ്മുടെ ഒരു 1500-1500 തന്നെ നല്ല ഷൂകളുണ്ട്. പിന്നെ കുറേ ഹാറ്റുകൾ, പല ടൈപ്പ് ഹാറ്റുകൾ, പിന്നെ ഷെല്ലിൻ്റെ കുറേ ബൗളുകൾ, സൂപ്പ് ബൗളുകളൊക്കെ നല്ല ഭംഗിയുള്ള കുറേ പെയിൻറ്റിങ്സ് ഉള്ളതും ഷെല്ല് കൊണ്ടുണ്ടാക്കിയതും പിന്നെ കോക്കനട്ട് ഷെല്ല് കൊണ്ടുണ്ടാക്കിയ കുറേ സൂപ്പ് ബൗൾസൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ബാഗുകൾ,
അങ്ങനെ കുറേ ഈ ക്യൂരിയോസ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. കുറേ നല്ല ഭംഗിയുള്ള കീ ചെയിൻസും ബാഗുകൾ, ചെറിയ പേഴ്സുകൾ എല്ലാം നല്ല രസമുള്ള തന്നെ കുറേ വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റും. വലിയ റേറ്റൊന്നുമില്ല. നമ്മൾ ഇന്ത്യൻ റുപ്പിയിലൊരു 100-200 റേറ്റിലൊക്കെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ പൗച്ചുകൾ, നല്ല ഭംഗിയുള്ള പൗച്ചുകളൊക്കെ ഉണ്ട്. ബാഗുകളൊക്കെ ഒരു 400-500 ഇന്ത്യൻ റുപ്പി റേറ്റ് വരും. എന്നാലും നല്ല ഭംഗിയുള്ളതും ഒരു വെറൈറ്റി ആയിട്ടുള്ളതുമാണ്. ഇങ്ങനത്തെ സൂപ്പ് ബൗളുകൾ ഞങ്ങൾ 3-4 വാങ്ങി. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഉള്ളിൽ ഫുള്ള് പെയിൻറ്റിങ്ങൊക്കെ ആയി. ശരിക്കുള്ള ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് പിന്നെ നമ്മൾ അവരുടെ വിയറ്റ്നാമീസ് ആയിട്ടുള്ള ഹാറ്റ്, മാറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയത്. ശരിക്കുള്ള ചകിരി കൊണ്ട് മാറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ വിയറ്റ്നാമീസ് ഹാറ്റുകൾ. അതെന്തായാലും വിയറ്റ്നാമിൽ പോകുമ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങും. ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ കുറേ സ്ഥലത്ത് റോഡിൽ സ്ട്രീറ്റിലൊക്കെ കുറേ സെയിലുണ്ടായിരുന്നു ഡ്രസ്സുകളൊക്കെ. നമ്മുടെ ഇന്ത്യൻ റുപ്പി ഒരു 300-നൊക്കെ 100 ഡോങ്ങിനൊക്കെ കുറേ നല്ല ഭംഗിയുള്ള കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപോലത്തെ ഷോപ്പുകൾ തന്നെ, കുറേ ഡ്രസ്സ് ഷോപ്പുകൾ, കുറേ ഹാറ്റിൻ്റെ ഷോപ്പുകൾ, ബൗളിൻ്റെ ഷോപ്പുകൾ, പിന്നെ ഒരുപാട് ഫുഡുകളും. അതൊക്കെയാണ് മെയിൻലി ഓൾഡ് ക്വാർട്ടറിൽ ഫുള്ളുള്ളത്. ഇവരുടെ വെറൈറ്റി ആയിട്ടുള്ള കുറേ കോഫികളും. ഇതൊക്കെ ഡ്രസ്സ് ഷോപ്പുകൾ തന്നെ. ഒരുപാട് ഡ്രസ്സ് ഷോപ്പുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ഒന്നിന്നല്ലെങ്കിൽ ഒന്നിലേക്ക് ഇങ്ങനെ മാറി മാറി കയറി. ഇഷ്ടമുള്ളതിൽ ഒന്നൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഷോപ്പിലേക്ക് കയറാം. അങ്ങനെ ഇഷ്ടം പോലെ ഷോപ്പുകളായിട്ട് വെറുതെ ഇങ്ങനെ ഒരു 3-4 മണിക്കൂറെങ്കിലും നമ്മൾ ഈ ഓൾഡ് ക്വാർട്ടറിൽ ഷോപ്പിങ്ങിനായിട്ട് മാറ്റി വെക്കണം. ഷോപ്പിങ്ങിന് പോകണം. ഒരു പെട്ടെന്നൊന്നും പോയി വരാൻ കഴിയില്ല. അങ്ങനെ അത്ര ഏരിയ ഉണ്ട്. ഫുള്ളൊന്ന് കവർ ചെയ്ത് വരണമെങ്കിൽ തന്നെ ഒരു 3-4 മണിക്കൂറെങ്കിലും നമുക്കെടുക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഗുഡ് ബൈ.